ഹായ്, നമസ്കാരം, വണക്കം. അങ്ങനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോ ആണ്. അത് വിശകലനം പോലെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഏവർക്കും എനിക്കതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഏവർക്കും സ്വാഗതം വെൽക്കം. എല്ലാവരും ഉറ്റുനോക്കിയൊരു ടെസ്റ്റ് തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ ടെസ്റ്റ് വെസ്റ്റ് ലിസ്റ്റിലൂടെ ആയിരുന്നു. സോ അതാരും കണ്ടില്ല. സോ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റ് വന്നു. അവർക്ക് ഒരു സമ്മാനം പോലെ ഇന്ത്യകൾ തോറ്റിരിക്കുന്നു. അതും 30 റൺസിനാണ് തോറ്റത്. നമ്മൾ ആദ്യം ഇങ്ങനെ താനും പറഞ്ഞ് ഇലക്കതിൽ നമ്മൾ 400 എടുത്തിട്ട് നമ്മൾ ചേസ് ചെയ്ത് 370 തീർന്നതാണ്. അല്ല, 120 ചേസ് ചെയ്ത് നമ്മൾ 90 ആളോട്ട് ഇരിക്കും. എടുത്ത് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഇതേപോലെ ഇവിടെ എടുത്തിട്ട് വെച്ചേക്കാം. നമ്മുടെ നവംബർ 10 നമ്മുടെ സൗരവ് ഗാംഗുലി കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കണ്ടായിരുന്നു. ഈ പിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം, അവിടുത്തെ ക്യൂറേറ്ററുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഒരു പിച്ച് റെഡിയാക്കുന്നത്. ഇതിൽ മറ്റാരുടെയും, അതായത് ഇന്ത്യയുടെ കറുത്ത കരങ്ങൾ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ 16-ാം തീയതി ആയപ്പോൾ പറഞ്ഞു ഇത് ഇന്ത്യ പറഞ്ഞ് മാത്രമാണ് വെച്ചത്. ഇന്ത്യ എന്താണ് പ്ലാൻ ചെയ്തത് അത് തിരിച്ചണ്ണാക്കി തന്നെ കിട്ടിയിട്ടുണ്ട്. അതെ, ഗൗതം ഗംഭീറിൻ്റെ ശീലമായതൊന്നും കുഴപ്പമില്ല. എനിക്ക് പറയാനുള്ളത്, ഞാനിന്ന് ആകെ കണ്ടതിൽ എടുത്ത് പറയാനുള്ളത് ബൗമയുടെ പെർഫോമൻസ് മാത്രമാണ്. ഈ സീരീസിൽ തന്നെ ഹയസ്റ്റ് സ്കോറാണ് ഈ സീരീസ് അല്ല, ഈ 2 ഇന്നിങ്സിൽ നിന്നും കൂടെ ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ 50 ബോളിൽ കൂടുതൽ ഫേസ് ചെയ്തത് ആകെ വാഷിംഗ്ടൺ സുന്ദർ മാത്രം. അതാണ് എനിക്ക് അടുത്ത് പറയാനുള്ളത്. 1 ഡൗണിൽ വാഷിംഗ്ടൺ സുന്ദർ, അതും സായി സുദർശൻ അപ്പുറത്തിരിപ്പുണ്ട്. 4 റണ്ണം എക്സ്ട്രാ കൂടുതൽ എടുക്കും പുള്ളിക്കാരി. ബോളർ ഏൽപ്പിച്ചത് ഇതിനെന്തിനാണ് വാഷിംഗ്ടൺ സുന്ദറിനെ ഇവിടെ ഇറക്കി? പിന്നെ പ്രോപ്പറായിട്ട് ബാറ്റിനെ കളിച്ചാൽ പോയി. പിന്നെ അത് ടോസ് കിട്ടി ബാറ്റ് ചെയ്ത് സൗത്ത് ആഫ്രിക്ക 159 ഓൾ ഔട്ടായി. അവൻ്റെ ഹയസ്റ്റ് സ്കോർ മാർക്കാമായിരുന്നു 31. പിന്നീട് ബോളിംഗ് പറയുകയാണെങ്കിൽ ബുംറയുടെ 5 വിക്കറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് പിച്ച് പേസിങ് അനുകൂലമായിരുന്നു. ഒട്ടുമല്ല അൺഈവൻ ബൗൺസ് ആൻഡ് ടു മച്ച് ടേൺ എല്ലാം ഉണ്ടായിരുന്നു. പൊക്കോയില്ലാത്തവരെ ഔട്ടാവാത്തെന്നൊരു ബുംറ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യാം, അതിനുശേഷം തോളത്ത് കൈയിട്ടൊക്കെ പറയുന്നുണ്ട്. പിച്ചിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പിച്ച് അൺഈവൻ ബൗൺസ് ആയിരുന്നു. ടു മച്ച് എക്സ്ട്രാ ടേൺ ഉണ്ടായിരുന്നു. മിക്കപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു ബൗൺസ്. സോ അങ്ങനെ തന്നെയാണ് പല ബാറ്റേഴ്സ് ഔട്ടായത്. അതേസമയം ഇന്ത്യയുടെ ബാറ്റിങ്ങിലോട്ട് വരികയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇന്ത്യ പതറിക്കും. സ്വാഭാവികം. എനിക്ക് വിഷമമുള്ള കാര്യം ജയ്സോൾ കളിച്ചത്. ആകെ കളിക്കുന്ന ജയ്സോൾ. ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് തുടങ്ങിയപ്പോൾ ഇന്ത്യ 189 ഓൾ ഔട്ടായി. എടുത്തു വരേണ്ട ബോളിംഗ് ഇന്നിങ്സ് ഹാർമറിൻ്റെതായിരുന്നു. അങ്ങനെ 30 റണ്ണ് ലീഡ് ആയിട്ട് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വീണ്ടും ബാറ്റിങ്ങിന് വെച്ചു. വീണ്ടും ബാറ്റിംഗ് തകർച്ചാവുന്നു. അൺഈവൻ ബൗൺസ്, എക്സ്ട്രാ ബൗൺസ്, എക്സ്ട്രാ ടേൺ എല്ലാം കൂടെ വന്നിട്ട് വീണ്ടും സൗത്ത് ആഫ്രിക്ക 153 ഓൾ ഔട്ടാവും. അത് എടുത്ത് പറയുന്നത് ബൗണ്ടയുടെ 50 റൺസും കോർബിൻ ബോസിൻ്റെ കൂടെ ഉള്ളത് പാർട്ണർഷിപ്പും ഒക്കെ എല്ലാം കൂടെ കൊണ്ട് മാത്രം 150 അല്ലെങ്കിൽ 100 അല്ലെങ്കിൽ 110 ഓൾ ഔട്ട് ആവേണ്ടതായിരുന്നു. പിന്നെ ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങി. ആദ്യത്തെ ഓവർ തന്നെ ജയ്സോൾ പോയി. അടുത്ത ഓവർ തന്നെ റൺ എടുത്തതിന് ശേഷം KL രാഹുൽ ഔട്ടായി. പിന്നെ കുറച്ച് നേരം പിടിച്ച് നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചോലെ തന്നെ വിക്കറ്റ് പോയി. ജൂറൽ വന്നു, ജൂറൽ പോയി. പന്ത് വന്നത് പോയി. ഞാൻ അറിഞ്ഞു എന്തിനൊന്നും അറിയത്തില്ല. ആവശ്യമില്ലാത്ത അഗ്രഷൻ കാണിച്ചതാണ്. അഗ്രഷൻ എന്ന് ഉദ്ദേശിച്ചത് ബാറ്റിങ്ങിൽ. പുള്ളിക്കാരൻ ഇങ്ങനെ ഇറങ്ങി അറിയുമെന്ന് പറയാറില്ല. പുള്ളിക്കാരൻ്റെ സ്റ്റെപ്പിൻ്റെ ബാക്കിൽ കുറച്ചില്ല. അല്ല, പുള്ളിക്കാരൻ്റെ അതാണ് പുള്ളിക്കാരൻ്റെ സ്റ്റൈല്. പുള്ളിക്കാരൻ്റെ സ്റ്റൈല് കുറ്റം പറയാൻ പറ്റില്ല. ആ സ്റ്റൈലുകൊണ്ടാണ് ഇന്ത്യ ഒരു ഇത്രകൾ ജയിച്ചത്. അതുകൊണ്ട് അതിനെ കുറ്റം പറയുന്നില്ല. പക്ഷേ സിറ്റുവേഷനും പിച്ചും അത് മനസ്സിലായിരുന്നു. എല്ലാം ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും അടിക്കുന്ന പോലെ അല്ല ഇന്ത്യയിലെ പിച്ച്. ഇത് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഞാൻ പറയണ്ടേ, എനിക്ക് ചോദിച്ചു വാങ്ങിച്ചതാണ്. കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്. ചോദിച്ചു മേടിച്ചത്. ബാറ്റിംഗ് നേരത്തിൽ പോയെന്നിട്ടായിരുന്നു എക്സ്പീരിയൻസ്. പിച്ചിലും കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പറയുള്ളത് ഗില്ലിനെ പരിക്ക് പറയാനേ വിട്ടുപോയി. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ, ഷോട്ട് കളിച്ചു. ആ ഷോട്ടിൽ കഴുത്തൊന്ന് തേഞ്ഞു. അതാണ് സംഭവിച്ചത്. പിന്നെ ഇന്ത്യയുടെ ലാസ്റ്റ് ഇന്നിങ്സ് ഇന്ത്യ 93 ഓൾ ഔട്ടായത്. പിന്നെ ആ ഒരു പാറ്റേൺ കൊള്ളാം. 159, 153, 93. അതെ, ഒരു പ്രാസം പിടിച്ചാണ് പോയത്. പിന്നെ ചില ഫാൻസുകാർ പറയും ഗില്ലില്ലാത്തോണം കളി തോറ്റെന്നുള്ളത്. പക്ഷേ ഗില്ലില്ലാത്തോണം ഒന്നും പറയുന്നത് പരിക്ക് വിഭാഗം അടുത്ത കളി കാണും. പക്ഷേ ഒരു എക്സ്ട്രാ ബാറ്റർ നമുക്കില്ലായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ്. കൃത്യമായിട്ട് ബാറ്റിംഗ് ഇറങ്ങുന്ന ആൾക്കാരെ പിടിച്ച് സ്പെഷ്യലിസ്റ്റ് ബാറ്ററിനെ മാറ്റിയിട്ട് അതെ ഈ കളി ഓൾറൗണ്ടറിന്
അതും ബോളിംഗ് ഓൾറൗണ്ടറിനെ ഓസിനെയാണ് കളിപ്പിച്ചത്. അത് ലോവറോട് കളിച്ചെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അക്സാറിനെ അവിടെ കളിച്ചെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ആ സ്ഥലത്ത് ഭാഷ സുന്ദർ കളിച്ച സ്ഥലത്ത് പിന്നെ നൈറ്റ് വാച്ച് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഇന്നിങ്സ് അതാണ് വിചാരിച്ചത്. നൈറ്റ് വാച്ച് ഇതായിട്ടായിരിക്കും നന്നായിട്ട് കളിച്ചിട്ട് നടക്കുന്നു. സുന്ദറിനൊക്കെ 60 ബോളെ കളിച്ചു. 60 ബോളുകളൊക്കെ പിന്നെ കൂടെ എക്സ്പീരിയൻസ് കറക്റ്റായി ചെയ്തു പോകാനാണ്. കാരണം അവൻ മാത്രം 89 ബോൾ അടിച്ചു. നമ്മൾ ആലോചിച്ച് നോക്കിയ ഒരു വ്യത്യസ്തമായ കാര്യമുണ്ട്. ഈ ടെസ്റ്റിൽ ഇല്ല ഔട്ടായിട്ടേ ഇല്ല. ശരിയാണ് കേട്ടോ. 2 ഇന്നിങ്സിലും ഇല്ല ഔട്ടായിട്ടില്ല. ഒരു അപൂർവ റെക്കോർഡാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഇത് ലിമിറ്റഡ് ഓവേഴ്സിലാണെങ്കിൽ 4 പോയിൽ ഔട്ടാവും. 4 പോയിൽ ഇത് ടെസ്റ്റ് കളിക്കുന്നില്ല, കളിച്ചില്ല. കാരണം ടെസ്റ്റിൽ പോർപ്പയില്ലല്ലോ. അടുത്ത ടെസ്റ്റ് ആര് കളിക്കണം എന്നാണ് അശ്വിൻ പറയാൻ പോകുന്നത്. ഇത് ആര് കളിച്ചാലും ഒന്ന് ജയിക്കണം. രണ്ടാമത് ഇപ്പം രാവിലെ പറഞ്ഞാല് ഗില്ല് കളിച്ചില്ല, അതുകൊണ്ട് തോറ്റ് എന്നൊരു സാധനം പറയുന്നതായിരിക്കും. PR പറയും, അല്ലെങ്കിൽ ഫാൻസ് പറയും. ഓക്കെ, അപ്പോൾ അവർ പറയും ഗില്ല് കളിക്കാത്തതുകൊണ്ട് തോറ്റു. രണ്ടാമത് ഈ പ്രോപ്പർ ബാറ്റ്സ്മാൻമാരെ കുറേ ബാറ്റേഴ്സിൻ്റെ കുറവ് ടീമിലുണ്ട്. ഓൾറൗണ്ടേഴ്സ് ഉണ്ടോ? ഓക്കെ. ഇപ്പം അടുത്ത നിതീഷ് കുമാർ സ്കോഡ് 4 മാറുന്നു. ഇപ്പോൾ ആരാ നന്നായി കളിച്ചത്? സുന്ദർ. അപ്പോൾ സുന്ദർ പിന്നെ ഒന്ന് ലൈക്ക് ഇത് ഇന്ത്യൻ പിച്ച് ആയതുകൊണ്ട് കരുണായർന്നൊന്ന് പരിഗണിക്കായിരുന്നു. സത്യം പരിഗണിക്കൂല. കളിച്ചപ്പോൾ കളിച്ചാലോ ഗില്ലിന്റെ സ്ഥലം പോകും. അതാണ് കാരണം ഇത്രയും ബ്രേക്കിന് ശേഷം നന്നായിട്ട് ഡൊമസ്റ്റിക്കിൽ ഇന്ത്യയിൽ കളിച്ച് 700 ആവറേജ്. അവസാനം ഫൈനൽ ഔട്ട് ആയതുകൊണ്ട് 350 ആവറേജ് ആയിട്ട് കുറഞ്ഞു. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി. ഇംഗ്ലണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇംഗ്ലണ്ടിൽ നന്നായിട്ട് കളിച്ചില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇംഗ്ലണ്ട് ഒരു 50 അടിച്ച്. ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇന്ത്യയിൽ വന്നു. അപ്പൊ അവിടെ ഫെയിൽ ആയതുകൊണ്ട് ഇനി എടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും ഡൊമസ്റ്റിക്കിൽ വീണ്ടും നന്നായിട്ട് കളിച്ചു. അപ്പൊ ഇന്ത്യയിലായതുകൊണ്ട് ഇനി എടുക്കില്ല. ഇന്ത്യയിൽ ഇപ്പൊ എത്ര 3ാമത്തെ ടെസ്റ്റ് കഴിഞ്ഞു. സർഫറാസ് എവിടെ? സർഫറാസ് നോക്കണ്ട, ഇനി കിട്ടൂല. നേരത്തെ പറഞ്ഞത് കട്ടകരുന്ന ഉമ്മാർ കിട്ടാണ്ട് പിന്നെ കട്ടപ്പുറത്ത്. സർഫറാസ് നല്ല ഓപ്ഷനാണ് ഇന്ത്യക്ക് പന്തിന് ശേഷം. പുള്ളിക്കാരൻ അത്യാവശ്യം സിറ്റുവേഷൻ പന്തിന് വിൽക്കുന്ന ശേഷം നല്ലൊരു ഓപ്ഷനാണ്. പുള്ളിക്കാരെ ഇതിനനുസരിച്ച് കളിക്കുന്ന ആളാണ്. അടിച്ചളിക്കും, കൊട്ടികളിക്കും. അങ്ങനത്തെ ഒരു ഇന്ത്യ അകത്ത് തോറ്റിരിക്കുകയാണ്. ടെമ്പ ബോമേഴ്സ് ലക്കിക്കാം. ഇതൊരു കളി കൊടുക്കില്ല. കളി തോറ്റിട്ട് സീരീസ് തോറ്റിട്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചത്. അതോടൊപ്പം ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഒരു 50 അടിക്കുന്നത്. ഒരു ഫൺ ഫാക്ട് പറയുന്നത്, ബൗമയാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ടെസ്റ്റിൽ സെഞ്ചുറി നേടുന്ന ഒരു ബ്ലാക്ക് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഫൺ ഫാക്ട്, ആ റെക്കോർഡിങ് പ്രസ് ചെയ്തോ ഇല്ലെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. അതെ, നീ നോക്കിയിട്ടൊന്ന് ജിജി ഇഷ്ടമുള്ളവർ ജിജി ഔട്ടെന്നും ജിജി ഇഷ്ടമില്ലാത്തവർ ജിജി ഇന്നെന്നും കമൻറ്റ് ചെയ്യുക. ജിജി ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലെങ്കിലും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള അടുത്ത എപ്പിസോഡിൽ കാണാം.